ഫിഷിംഗ് ഹാർബറിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കപ്പെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BMS പള്ളിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുനമ്പ് ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ജില്ലാ ട്രഷറർ KS ശ്യാംജിത്ത് ഉദ്ഘാടനം ചെയ്തു. MV വിനു, PS വിഷ്ണു, OC പ്രമോദ്, പത്മാഷൻ എന്നിവർ പ്രസംഗിച്ചു. മുഴുവൻ സമരപടന്മാർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രതിഷേധ വാർത്തിന് ആശംസകൾ നൽകാനായി BMS വൈപ്പി മേഖലാ സെക്രട്ടറി PS വിഷ്ണുവിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ പ്രതിഷേധ ധർണയുടെ അധ്യക്ഷൻ രജോഷ്, ഈ പഞ്ചായത്ത് ഈ ഹാർബർ മാനേജ്മെന്റിന്റെ ഈ ധർണ ഉദ്ഘാടനം നിർവഹിച്ച BMSന്റെ ജില്ലാ ട്രഷറർ KS ശ്യാംജിത്ത്, ഈ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന BMSന്റെ പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദ് കുമാർ, മറ്റു തൊഴിലാളി സുഹൃത്തുക്കളെ നമസ്കാരം. BMS മുനമ്പം മത്സ്യത്തൊഴിലാളി മേഖലയുടെ വീട്ടിലാണ് നമ്മൾ ഈ പ്രതിഷേധ ധർണ നടത്തിയിരിക്കുന്നത്. ഈ ധർണയിൽ വരും ദിവസങ്ങളിൽ വരുന്ന ട്രോളിങ്ങിന് മുമ്പ് നമ്മളെല്ലാ വിഷയങ്ങളും ഹാർബർ മാനേജ്മെന്റ് പരിഹരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ എൻ്റെ തൊഴിലാളി സുഹൃത്തുക്കൾക്കും ആശംസ അറിയിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മത്സ്യത്തൊഴിലാളി സെക്രട്ടറി പത്മാക്ഷൻ ചെയ്തു. ഈ പ്രതിഷേധമാക്കി പങ്കെടുത്ത അധ്യക്ഷൻ CA രജോഷിനും സ്വാഗതം പറഞ്ഞ AV വിനുവിനും ഉദ്ഘാടനം ചെയ്ത KS ശ്യാംജിത്തിനും മേഖലാ സെക്രട്ടറി PS വിഷ്ണുവിനും പഞ്ചായത്ത് പ്രസിഡന്റ് PC പ്രമോദിനും ഈ വേളയിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് BMS ഇങ്ങനൊരു സമരം സംഘടിപ്പിച്ചത്. നമുക്കറിയാം, ഹാർബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഒരു സമയമാണ് ട്രോളിംഗ് നിരോധനം. ആ ട്രോളിംഗ് നിരോധനം അവസാനിക്കാറായ കാലഘട്ടത്തിലും ഇതിനെക്കുറിച്ചൊരു നടപടികൾ സ്വീകരിക്കുവാനും ഹാർബർ മാനേജ്മെൻറ്റ് തയ്യാറായിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു സമരം സംഘടിപ്പിക്കാനായിട്ട് BMS വന്നിട്ടുള്ളത്. ഇതൊരു സൂചന മാത്രമാണ്. എത്രയും പെട്ടെന്ന് ഹാർബറിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഹാർബർ മാനേജ്മെൻറ്റ് സൊസൈറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. വലിയ രീതിയിൽ MLAയുടെ ഓഫീസിലേക്ക് ഉൾപ്പെടെ മാർച്ചുകൾ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് BMS കടക്കും എന്ന് മാത്രമാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ BMSന് പ്രതികരിക്കാനുള്ളത്.